പവർ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് എവിടെ വെച്ചാൽ കക്കാടംപൊയിലാണ്. കക്കാടംപൊയിൽ എവിടെയാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകില്ല. നമ്മൾ കോഴിക്കോട് ജില്ലയിലൊന്നും പറയുന്നുണ്ട്, മലപ്പുറം ജില്ലയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ഞങ്ങൾ 4-5 ആൾക്കാർ വണ്ടിമേൽ ഇങ്ങോട്ട് വന്നതാണ്. ഒന്നും പറയാനില്ല, ഇപ്പൊ നമ്മള് ഈ ബേക്കറി കാണുന്ന സ്ഥലം കണ്ടോ? ഇവിടെ മൊത്തം വലിയ മല ഉണ്ട്, പക്ഷെ കാണിച്ചു തരാനും പറ്റൂല, പറഞ്ഞാല് വിശ്വസിക്കാനും പറ്റൂല. നമ്മൾ നാളെ രാവിലെ ഇതുകൊണ്ട് നമുക്ക് ഇപ്പൊ നമ്മള് നാളെ മല കയറുന്ന വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കില്ലേ? അത് അത്രേ ഉള്ളൂ. വേറെ ഒരുമാതിരി ഗൈസ് ഫൈനലി നമ്മൾ ഇവിടെ എത്തിക്കുന്നുട്ടോ. അങ്ങനെ ഇട്ടിട്ട് കാണുന്നില്ല. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ ബോളിവാഡ് റിസോർട്ടിൽ എത്തിക്കുന്നത്. അപ്പോൾ ബോളിവാഡ് റിസോർട്ട് കക്കാടംപൊയിലാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് കക്കാടംപൊയിലാണ്. നമ്മുടെ മലപ്പുറം ബോർഡ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ ഇത് കോഴിക്കോടിൻ്റെ സ്വന്തം സ്ഥലമാണ് കൂടെ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. ഇതിന് അടിയിലാണ് പൂളുള്ളത്, കാണിച്ചു തരാം. ഇതിൽ ചാടിയാൽ നമ്മുടെ ഡ്രസ്സൊക്കെ നനയും, അതിനും കൂടി നമ്മൾ ചാടുന്നില്ല. ഇതിൽ എത്ര ആയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇതാണ് കേട്ടോ സ്വിമ്മിംഗ് പൂള്, കണ്ടില്ലെന്നാരും പറയരുത്. ഗൈസ് ഇവിടെ കംപ്ലീറ്റ് കോടാണ്, നിങ്ങൾ കാണുന്നത് അറിയില്ല, പക്ഷേ കംപ്ലീറ്റ് കോടാണ്, രക്ഷയില്ല. ഇവിടെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളൊപ്പം വന്ന ടീം കേട്ടോ, എന്തോ വിവരം പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോയില്ല. പിന്നെ ഇതാ ഇവിടെയൊക്കെ റോഡാണ്, അങ്ങോട്ട് നീളത്തിലുള്ള റോഡാണ്, പക്ഷെ നീളം പറയാനേ പറ്റും, കാണാൻ പറ്റില്ല. ഒടുക്കത്തെ തണുപ്പ്. മഴയായി പൊഴിഞ്ഞേ ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണി. ഗൈസ് ഇതിൻ്റെ ബാക്കിൽ കാണുന്ന വീട് ഏതാണ് അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, നമ്മളെ കക്കാടംപൊയില് നല്ല ഹൈലൈറ്റ് ഉള്ളൊരു വീടാണ്, നല്ല ഹൈപ്പുള്ളൊരു വീടാട്ടോ. കാരണം കക്കാടംപൊയിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെ സെർച്ച് ചെയ്താലും ഈ ഒരു ലാൻഡ്മാർക്ക് നമുക്ക് കാണാനോ ഈ ഒരു വീടിൻ്റെ. പിന്നെ ബാക്കിലുള്ള വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് കാണട്ടോ ഇതിൻ്റെ ബാക്കിലുള്ള വ്യൂ. പക്ഷേ ഫോണിൽ എത്ര നേരമായിട്ട് മനോഹരമായിട്ട് കാണാൻ പറ്റുന്നത് മനസ്സിലാവില്ല, പക്ഷേ ഉണ്ടല്ലോ ഇവിടെ വന്നാൽ കാണാം ഇതിൻ്റെ വൈബ്. പിന്നെ അവിടെ കണ്ട് ഈ മല ഉണ്ടല്ലോ, അതാണ് നമ്മൾ കക്കാടംപൊയിൽ കുരിശുമല പറയുന്നില്ലേ, അതാണ് അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ നോക്കിയാൽ കാണാൻ തോന്നില്ല. ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ മീശപ്പുലിമല എന്ന് പറയുന്ന മലയൊക്കെയാണ് പോണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന് ഒരു 2 മാസം മുന്നേ നമ്മളിവിടെ വന്നിനി, പക്ഷേ അന്ന് അവിടെ കുരിശുമല നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇതിൻ്റെ അവിടെ ആളുകളൊക്കെ നിൽക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും, പക്ഷേ ക്യാമറയിൽ അത് കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പോകണം മീശപ്പുലിമലാണ്, പക്ഷേ അവിടെ എന്തോ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയണേ ഞാൻ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ഞാൻ ഉള്ള കാഴ്ചകൾ കാണിച്ചിരുന്നുണ്ട്. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ കിട്ടുന്ന വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് കാണൂല. വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് നിങ്ങൾ കണ്ടില്ല പറഞ്ഞാല് നിങ്ങൾക്കല്ലേ നഷ്ടവും. ഇവിടെ വരെ വന്നിട്ട് വീഡിയോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്നോട് ഏതോ ഒരുത്തം പറഞ്ഞു പറ്റിച്ചതാ മീശപ്പുലിമലാന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് പറ്റിച്ചതാ.
A few moments later. ഇത് വേക്കലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. നല്ല കോടുണ്ട്. ഏതോ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ജീപ്പ് വിളിച്ച് വരികയും ചെയ്യാം, അല്ലാണ്ട് പ്രൈവറ്റ് വണ്ടികളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വലിയൊരു കുന്നൊക്കെ കയറി ഇങ്ങനെ വന്ന് ഇപ്പം നമ്മളിങ്ങനെ ഇറങ്ങി പോകാട്ടോ. ഈ ചെങ്ങായിയാണ് വയ്യ പറഞ്ഞിരുന്നത്, എവിടെ എത്തുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടുന്ന് അങ്ങോട്ട് വേറെ വഴിക്ക് കയറിയതാണ്. അപ്പോൾ ഇതിന് എവിടെ ലാൻഡ് ചെയ്യുന്നൊന്നും പറയാൻ പറ്റൂല, എന്തായാലും കണ്ടറിയാം. A few moments later. ഫൈനലി നമ്മൾ മേഖലയിലെത്തിയില്ല. ഇനി നമ്മൾ കുറേ കയറാണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വയ്യ തെറ്റിക്കും പറഞ്ഞില്ലേ, വയ്യ തെറ്റിച്ച് ആ ചെങ്ങായി നമ്മൾ വേറെ വൈമ കൂടെ കൊണ്ട് പിന്നെ നമ്മൾ കുറേ നടന്നിട്ടാണ് ഇവിടെ എത്തി. അവിടെ മല ആണോ താഴ്വാരാണോ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവല്ലോ. പക്ഷെ ഇവിടെ കേട്ടോ മസ്റ്റ് ട്രൈ ഫോട്ടോഗ്രാഫിയിലേക്കാണ് കേട്ടോ അല്ലേ. കുറേ ഫോട്ടോ നമ്മൾ കുറേ കയറിയിട്ടോ, എന്നാലും നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയില്ല. നമുക്ക് ഇനിയും കുറേ കയറാനുണ്ട്. രാവിലെ തന്നെ ഞങ്ങൾ എണീച്ച് ചായ ഒന്നും കുടിക്കാണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാട്ടോ. 2000 years later. ഗൈസ് നമ്മൾ ഫൈനലായിട്ട് ഇവിടെ എത്തിക്കുന്നത്. ആ മച്ചാന്മാർക്ക് അത് അവിടെ നോക്കിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ ഏരിയ. അല്ല നമ്മൾ വന്ന സ്ഥലം. താഴത്തൊക്കെ നോക്കിയാൽ കാണുന്നില്ലേ, മലകൾ കാണുന്നില്ലേ, താഴത്തെ മലകൾ, ഇതിൻ്റെ മേത്തിലും മലകളാണ്. മലൻ്റെ മേത്തിലെന്നാൽ മലകളെ കാണും. ഇന്നെന്താ ആൾക്കാരില്ല തോന്നുന്നു, ഞങ്ങൾ ആരെയും കണ്ടിട്ടൊന്നുമില്ല. സാധാരണ നല്ല തിരക്കൊക്കെ ഉണ്ടാവലുണ്ട്. കാണുന്ന കണ്ടല്ലേ ഗൈസ്. ഇവിടെ നടന്നെത്തുക എന്ന് പറഞ്ഞ ടാസ്ക് കേട്ടോ. ഭയങ്കര കയറാനുണ്ട്, ചില്ലറ നല്ല കയറാനുണ്ട് ഗൈസ്. ഒന്നാമതേ ഇവിടെ എത്താൻ ഭയങ്കര കഷ്ടപ്പാടാണ്. കുറേ കയറി വരണം. അതിൻ്റെ ഇടയിലാണ് ആ ചങ്ങായിക്ക് വയ്യ അറിയാൻ പറഞ്ഞിട്ട് അതും തെറ്റിച്ച് ആകെ ചൊറയി. അപ്പോൾ പക്ഷേ ഫ്രണ്ട് വ്യൂ ഉണ്ട്. ഇതാണ് ഏകദേശം മൂന്നാറിലേക്കല്ല അതേ ഒരു ഫീലിങ്. പക്ഷെ എന്താ അറിയില്ല, ഭയങ്കര ചൂട്. സൂര്യൻ നമ്മൾ നേരെ മേത്തലുണ്ട്. അല്ലാ ഗൈസ്, അവിടെ കോട കയറുന്നുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ കാണിച്ചറിയില്ലേ. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ മാക്സിമം കോട കയറുന്നതിന് മുന്നേ എടുക്കണം, അല്ലെങ്കിൽ കിട്ടൂല. അല്ലെങ്കിൽ ആകാശം കോടയൊക്കെ ഒരുപോലെ ഉണ്ടാവും. ഇപ്പം തന്നെ കണ്ടോ കോടയൊക്കെ കയറുന്നത്. നമ്മൾ നിന്ന സ്ഥലം ഇതാക്കാം. ഇവിടെയൊക്കെ കോട കയറിയതാ, പെട്ടെന്ന് അങ്ങോട്ട് കയറാൻ തുടങ്ങിയ. One eternity later. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫൈനലി വെള്ളച്ചാട്ടത്തിന് എടുത്തതിന് എന്താ കോയിപ്പാറ വാട്ടർഫാളാണ്. വാട്ടർഫാൾ എന്ന് ചോദിച്ചാൽ വെള്ളം ഏതും ചാടുന്നതാണ് വാട്ടർഫാൾ എന്ന് പറയുന്നത്. വലിയ കാര്യം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇനി അടുത്തൊരു കാണട്ടെ. ഗൈസ് അങ്ങനെ നമ്മൾ മലയൊക്കെ ഇറങ്ങി വന്നിട്ടോ. മലയൊക്കെ വന്ന് ഇപ്പം നമ്മളെവിടെ ഉള്ളത് വെച്ചാൽ കോഴിപ്പാറ വാട്ടർഫാൾസ് അവിടെ ആണുള്ളത്. അങ്ങോട്ട് ഇപ്പം നമ്മൾ കാണിച്ചു തരാ പറഞ്ഞ വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇത് പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല, എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് വെള്ളച്ചാട്ടം ഇതായിരിക്കും, ഇതാണ് വെള്ളച്ചാട്ടം തോന്നുന്നത്. എന്തായാലും അങ്ങോട്ട് ഇറങ്ങാനും കാര്യങ്ങളൊന്നും പറ്റൂല, റെസ്ട്രിക്റ്റഡ് ഏരിയ. ഇവിടെ പിന്നെ പുലിയും ആനയൊക്കെ ഇറങ്ങുമെന്ന് പറയണ്ട. ഇവിടെ അതാണ് അടുത്ത പോസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ 4-5 ബംഗാളി പയ്യൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്